ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഫ്രഞ്ച് ടോസ്റ്റ് പലരും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ പുറത്തുപോയി കഴിക്കാറുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഈ കോഴിമുട്ടയുടെ അളവ് നമുക്ക് എന്തോരം ഫ്രഞ്ച് ടോസ്റ്റ് വേണോ അതിനനുസരിച്ച് മാറ്റാം. ഒരു 10 ഫ്രഞ്ച് ടോസ്റ്റൊക്കെ നമുക്ക് ഈ 2 കോഴിമുട്ട വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കോഴിമുട്ട തന്നെ വേണം കേട്ടോ. താറാവിൻ്റെ മുട്ടയൊന്നും എടുക്കരുത്, കോഴിമുട്ട തന്നെയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് വേറെ യെല്ലോ വേറെ ആവരുത്, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് പാൽ, 2 മുട്ടയ്ക്ക് 1 കപ്പ് പാൽ എന്നുള്ള അളവെടുക്കുക. ഇത് നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ പാലെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ ഞാൻ സാധാരണ റോ മിൽക്കാണ്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റർ എന്തെങ്കിലും യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 2 കോഴിമുട്ട ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ചത്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ വേറെ സിനമൺ പൗഡറോ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ വാനില എസൻസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് മധുരമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയുടെ സ്ഥാനത്ത് ഹെൽത്തി ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർക്കാം കേട്ടോ. ഇവിടെ ഞാൻ പഞ്ചസാര തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് ഹണിയും ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടി ആ പഞ്ചസാര നന്നായിട്ട് അലിയണ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതാണ് നമ്മളുടെ ഒരു ബാറ്റർ. ഇതിലാണ് നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാനിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ട് ഈ ഗീ ഇട്ടിരിക്കുന്ന ഈ പാനിലേക്കാണ് നമ്മൾ ചൂടാക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഈ ബാറ്ററിൽ നന്നായിട്ട് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഡിപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ ഗീയിലിട്ട് വെച്ച പാനിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിന്. മറിച്ച് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ എടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി. ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്നെസ് കൂട്ടാനായിട്ട് ഹണിയോ, ഞാൻ ഹണിയാണ് എടുക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇതിൻ്റെ പുറമെ ഇടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഒരു ടേസ്റ്റ് കിട്ടുന്നെങ്കിൽ നമുക്കിതിൻ്റെ പുറമെ നല്ല ഹണി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആവണ രീതിയിലല്ല, ജസ്റ്റ് ഒന്ന് ഹണി ഇതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി. ഇത്രയും സിമ്പിളായിട്ടുള്ളത് നമ്മുടെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.